ഓപ്പറേഷൻ അസ്മിത എന്ന പേരിൽ ആഗ്ര പോലീസ് നടത്തിയൊരു ഓപ്പറേഷനിൽ ISIS മാതൃകയിലുള്ള ജിഹാദിസ്റ്റ് മതപരിവർത്തന മാതൃകയിൽ പ്രവർത്തിക്കുന്ന സംഘത്തെ പോലീസ് പിടികൂടിയിരിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തീവ്രവാദത്തിലൂടെയും നിർബന്ധത്തിലൂടെയും മതപരിവർത്തനം നടത്തുകയാണ് ഇവരുടെ ലക്ഷ്യം എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. 2025 മാർച്ചിൽ ആഗ്രയിലെ സദർ ബസാർ പോലീസ് സ്റ്റേഷനിൽ 2 പെൺകുട്ടികളെ കാണാതായതായി പരാതി ലഭിച്ചതോടെയാണ് ഈ കേസ് പുറത്തുവരുന്നത്. പോലീസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഇസ്ലാമിക പ്രസംഗം, യൂട്യൂബ് ചാനലുകൾ, രഹസ്യ ഓൺലൈൻ സെക്ഷനുകൾ എന്നിവ ഉപയോഗിച്ച് ഹിന്ദു പെൺകുട്ടികളെ വലയിലാക്കാൻ ഈ ശൃംഖല പ്രാദേശിക റിക്രൂട്ടർമാരെയാണ് ഉപയോഗിച്ചത്. സംഘം പെൺകുട്ടികളെ വശീകരിച്ച് തീവ്രവാദവൽക്കരിച്ച് വ്യാജ ഐഡന്റിറ്റികളിൽ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കടത്തിയതായി ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗ്രയിലെ അബ്ദുൾ റഹ്മാൻ ഖുറേഷി, കൊൽക്കത്തയിലെ ഒസാമ തുടങ്ങിയ പ്രധാന പ്രവർത്തകർ തീവ്രവാദവൽക്കരണം കൈകാര്യം ചെയ്തു. ദി സുന്ന ചാനൽ എന്ന യൂട്യൂബ് ചാനൽ വഴി തീവ്രവാദ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിച്ചുകൊണ്ട് പെൺകുട്ടികളെ കുരുക്കിലാക്കുകയും ചെയ്തതായിട്ടാണ് ആരോപണം. 2021 മുതൽ ഉത്തർപ്രദേശിൽ വെളിപ്പെട്ടതായി പറയുന്ന നിർബന്ധിത മതപരിവർത്തന സംഘങ്ങളുടെ പട്ടികയിൽ ഈ കേസ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം മറ്റൊരു നീക്കം തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ട്. 58 പേർ കൊല്ലപ്പെട്ട കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലുടനീളം ഭീകരാക്രമണങ്ങൾ നടത്തുകയും ചെയ്തിട്ടും പിടികൊടുക്കാതെ 30 വർഷം ഒളിവിൽ കഴിഞ്ഞ 3 അൽ ഉമ ഭീകരരെ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ ഭീകരവാദ വിരുദ്ധ സെല്ല് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള അണ്ണാമലയുടെ പോസ്റ്റ് വൈറലായി മാറിയിരുന്നു. ടൈലർ രാജ എന്ന സാദിഖ് അലി, മുഹമ്മദ് അലി മൻസൂർ, അബൂബക്കർ സിദ്ദിഖ് എന്നിവരാണ് ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്യപ്പെട്ട 3 അൽ ഉമ ഭീകരർ. പോലീസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇത്തരം സിൻഡിക്കേറ്റ് ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. യൂട്യൂബ് ചാനലിലൂടെയും ഓൺലൈൻ സെക്ഷനിലൂടെയുമുള്ള ഇസ്ലാമിക പ്രബോധനം നടത്തിയാണ് സംഘം മതപരിവർത്തനം നടത്തുന്നത്. ഇങ്ങനെ വശീകരിക്കുന്ന പെൺകുട്ടികളെ വ്യാജ ഐഡന്റിറ്റിയിൽ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കടത്തും. ആഗ്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കാണാതായ പെൺകുട്ടികളിൽ മൂത്ത സഹോദരി സുവോളജിയിൽ MPhil ബിരുദധാരിയായിരുന്നു. ആഗ്രയിൽ നടന്ന ഒരു കോച്ചിംഗ് ക്ലാസ്സിനിടെ ഈ പെൺകുട്ടി സൈമ എന്ന കശ്മീരി സ്ത്രീയെ പരിചയപ്പെട്ടു. 2021 സൈമയോടൊപ്പം പെൺകുട്ടി കാശ്മീർ സന്ദർശിച്ചു. ഇതിനുശേഷമാണ് മതപരിവർത്തനം നടത്തിയത്. ശേഷം കുടുംബം കണ്ടെത്തി വീട്ടിൽ തിരിച്ചെത്തിച്ചെങ്കിലും 2025 മാർച്ചിൽ 19-കാരിയായ സഹോദരിയുമായി വീണ്ടും അപ്രത്യക്ഷമായി. ഇവരെ പിന്നീട് കൊൽക്കത്തയിൽ വെച്ചാണ് കണ്ടെത്തിയത്. മൂത്ത മകളെ ആദ്യം കാണാതായ സമയത്ത് ഇവൾ ഹിന്ദു ആചാരങ്ങളോട് ശത്രുത പുലർത്തുകയും വർഷങ്ങളായി പാലിച്ചു പോകുന്ന ആചാരങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തെന്ന് കുടുംബം പറയുന്നു. ഈ സമയത്താണ് പർദ്ദയും ഹിജാബും ധരിക്കണമെന്ന് വാദിക്കുകയും ചെയ്തത്. വീട്ടിൽ 2 പെൺകുട്ടികളും ഒരു മുറിയിലാണ് താമസിച്ചിരുന്നത്. മൂത്ത കുട്ടിയുടെ സ്വാധീനത്തിൽ ഇളയ കുട്ടി ഇരയായെന്നും കുടുംബം ആരോപിക്കുന്നു. 18 വയസ്സ് പൂർത്തിയാകുന്നതോടെ ഈ സംഘം ഇളയ മകളെ ലക്ഷ്യം വയ്ക്കുമെന്ന ഭയവും കുടുംബത്തിനുണ്ട്. സൈമയെ പരിചയപ്പെട്ടതോടെയാണ് മകളുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടായത്. അവൾ ഇസ്ലാം മതത്തിന് വേണ്ടി വാദിക്കുകയാണിപ്പോൾ. കാശ്മീരിൽ പോയി വന്നതിന് ശേഷം മകൾ നിസ്കാരം ചെയ്യാൻ ആരംഭിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ 2 പെൺകുട്ടികളെയും കാണാതായി. അന്വേഷിച്ചപ്പോൾ അവരെ കണ്ടെത്തിയത് കൊൽക്കത്തയിൽ നിന്ന്. എന്റെ പെൺമക്കളെ ഇസ്ലാമിലേക്ക് മതം മാറ്റി നിക്കാഹ് വഴി വിവാഹം കഴിപ്പിക്കുക എന്നതായിരുന്നു ഈ സിൻഡിക്കേറ്റിന്റെ വ്യക്തമായ ലക്ഷ്യമെന്നും ഈ മാതാപിതാക്കൾ പറയുന്നു. മതപരിവർത്തനം ലക്ഷ്യമിടുന്ന ഈ സംഘത്തിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നത് ലഷ്കർ-ഇ-ത്വയ്ബയാണ്. അന്താരാഷ്ട്ര ചാനൽ വഴിയാണ് ഇത് ലഭ്യമാകുന്നത്. ഗോവയിലെ ആയിഷ എന്ന SP കൃഷ്ണയാണ് ഇവരുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. കാനഡ ആസ്ഥാനമായുള്ള സയ്യിദ് ദാവൂദ് അഹമ്മദിൽ നിന്ന് പണം സ്വീകരിച്ച് ഇന്ത്യയിൽ വിതരണം ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. കൊൽക്കത്ത കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആയിഷയുടെ ഭർത്താവ് ശേഖർ നായി എന്ന ഹസൻ അലിയാണ് ഇവരുടെ നിയമ ഉപദേശകൻ. മതപരിവർത്തനത്തിന് ആവശ്യമായ രേഖകൾ തയ്യാറാക്കുന്നത് ഇയാളാണ്. ആഗ്രയിലെ അബ്ദുൾ റഹ്മാൻ ഖുറേഷി, കൊൽക്കത്തയിലെ ഒസാമ തുടങ്ങിയ പ്രധാനികളാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്.